ഇന്ത്യക്കാർക്ക് വലിയൊരു സന്തോഷ വാർത്തയുണ്ട്. സന്തോഷ വാർത്ത വെച്ചാൽ ചിലപ്പോൾ കോരിത്തിരിപ്പിക്കുന്ന വാർത്തയാണ് ഈ സംഭവം. ഇന്നത്തെ ന്യൂയോർക്ക് ടൈംസിൽ ഒരു ആർട്ടിക്കിൾ വന്നിട്ടുണ്ട് ഇൻ ഡീറ്റെയിൽ ആയിട്ട്. ജപ്പാൻ അറിയാം, ഗ്ലോബലി ഇലക്ട്രോണിക്സ്, കാർ മാനുഫാക്ചറിങ്, ടെക്നോളജി ഏറ്റവും മുന്നിൽ നിൽക്കുന്ന രാജ്യമാണ്. അവർ ചൈനയുടെ പൊട്ടൻഷ്യൽ ത്രെറ്റിനെ തുടർന്ന് ഏകദേശം 2020 കൂടിയാണ് അബെ അവിടുത്തെ പ്രധാനമന്ത്രിയായ സമയത്ത് അവർ തിരികെ മിലിറ്ററി വെപ്പൺസ് ഉണ്ടാക്കാൻ തുടങ്ങി. അപ്പം അതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടാണ് ന്യൂയോർക്ക് ടൈംസ് ഇൻ ഡീറ്റെയിൽ ആയിട്ട് ഇന്നത്തെ പത്രത്തിൽ വന്നിരിക്കുന്നത്. പിന്നീട് അതിൻ്റെ താഴെ ട്രംപിനും കൊടുക്കുന്ന മറുപടിയാണ് എന്ന രീതിയിലാണ് ആ റിപ്പോർട്ട് അവസാനിപ്പിക്കുന്നത്. എന്തൊക്കെയാണ് ജപ്പാൻ ഈ ചൈനയുടെ പൊട്ടൻഷ്യൽ ത്രെറ്റിനെ ഭയന്ന് ചെയ്തിരിക്കുന്നതാണ് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സംഭവം. അവർ 6ാമത്തെ ജനറേഷൻ എയർക്രാഫ്റ്റ് ഉണ്ടാക്കി, അതായത് ഫൈറ്റർ എയർക്രാഫ്റ്റ്. മനസ്സിലാക്കുക, ഈ F-35 ചൈനയിൽ നിന്നൊക്കെ പറയുന്നത് 5th ജനറേഷനാണ്. ഈ കഴിഞ്ഞ സമയത്താണ് അമേരിക്കൻ പ്രസിഡന്റ് ബോയിങ് കമ്പനിയോട് പറയുന്നത് 6ാമത്തെ ജനറേഷൻ എയർക്രാഫ്റ്റ് ഉണ്ടാക്കണം. പക്ഷെ ജപ്പാൻ കഴിഞ്ഞ 7 വർഷം കൊണ്ട് 6ാമത്തെ ജനറേഷൻ എയർക്രാഫ്റ്റ് ഉണ്ടാക്കാനുള്ള പരിപാടികൾ സ്റ്റാർട്ട് ചെയ്തിട്ട് കഴിഞ്ഞ 5 മാസം മുമ്പ് അതിൻ്റെ ട്രയൽ റൺ നടക്കുകയാണ്.